സൂപ്പർ പ്രൈം ചർച്ച തുടരുന്നു. ശ്രീ അജയ് തറയിൽ അങ്ങേക്ക് പ്രതികരിക്കാം. അല്ല, ഇവിടെ ശ്രീധരൻപിള്ളയെ പോലെയുള്ളൊരു ക്രിമിനൽ ലോയർ ഇൻക്വസ്റ്റ് വസ്ത്രം മാറ്റിയുള്ള പരിശോധനയാണ് എന്ന് ന്യായീകരിക്കുന്ന BJPയെ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഒരു മർഡർ ഉണ്ടായാൽ ഇൻക്വസ്റ്റ് നടത്തുന്നത് വസ്ത്രം മാറ്റിയല്ല രാജേഷേ, അത് ആദ്യം തന്നെ മനസ്സിലാക്കി. ആ ടേപ്പ് വെച്ച് അളന്ന് കിടന്ന സ്ഥലമൊക്കെ അളന്നിട്ടപ്പെടുത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോലീസ് ആ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊടുക്കും. അത് മഹസറാണ്. അല്ല, അങ്ങനെയല്ല, പോസ്റ്റ്മോർട്ടത്തിന് കൊടുക്കും. അല്ലെന്നേ, ഞങ്ങൾ കണ്ടോ മനസ്സിലാക്കേണ്ട, ഞാൻ പറഞ്ഞാൽ ശരി. ആ ഇൻക്വസ്റ്റ് ചെയ്തതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിന് കൊടുക്കും. പോസ്റ്റ്മോർട്ടത്തിന് ചെല്ലുമ്പോഴാണ് അവർ വസ്ത്രം മാറ്റി പരിശോധിച്ച് അതിൻ്റെ എല്ലാ അളവുകളും എല്ലാ പാടുകളും അടയാളങ്ങളും എല്ലാം എടുക്കുന്നത്. അതുകൊണ്ട് അത് ഇൻക്വസ്റ്റാണ് എന്ന ന്യായീകരണത്തിന് ഒരു പ്രസക്തിയുമില്ല. രണ്ടാമത്, ഇപ്പോൾ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി ഭസ്മാസുരന് വരം കൊടുത്ത ഒരവസ്ഥയിലായിരിക്കുന്നത്. ഇവിടെ ഈ മൃതപ്രായമായ BJPയെ മൃതസഞ്ജീവിനി കൊടുത്ത് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ശബരിമല വിഷയത്തിൻ്റെ പേരിൽ മൃതസഞ്ജീവിനി കൊടുത്ത് ഉയർത്തെഴുന്നേൽപ്പിച്ച BJP ഇപ്പോൾ ശബരിമലയുമായി താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അവർക്ക് വേറെ ഒരു വിഷയവും പറയാനില്ല, ഒരു കാര്യം പറയുവാനില്ല. അപ്പോൾ ശബരിമല പറയുകയില്ല, ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് വരികയില്ല എന്ന് കേട്ട് സന്തോഷിച്ചിരുന്ന CPM ശബരിമലയെക്കുറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള BJPയുടെ പുസ്തകങ്ങൾ കേട്ടപ്പോൾ ശ്രീ അജയ് തറയിൽ നിങ്ങൾ BJPയെ സഹായിക്കണ്ട. അല്ല, ശബരിമലയെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ആ വിഭജന രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഉൾപ്പെടെ കൂടെ നിന്നു. നിങ്ങൾ അവർക്ക് കൂടെ പിടിച്ചു, നിങ്ങൾ കൊടിയെടുക്കാതെ കൂടെ പോയി. പക്ഷേ ഇവിടെ നിങ്ങൾ എത്ര സമർത്ഥമായിട്ടാണ് ശ്രീധരൻപിള്ളയുടെ വിദ്വേഷ പ്രസംഗത്തെ ശബരിമലയിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് ശ്രീധരൻപിള്ളയെ സഹായിക്കുന്നത്. താങ്കളുടെ ഒന്നാന്തര സംഖ്യ സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു ശ്രീ അജയ് തറയിലോട്, താങ്കൾ ഈ ചർച്ചയിലെങ്കിലും താങ്കൾ ഈ ചർച്ചയിലെങ്കിലും BJPയെ രക്ഷിക്കുന്നത് താങ്കൾ BJPയെ രക്ഷിക്കല്ലോ. താങ്കൾ ഈ ആർട്ടിക്കലിന്റെ അദ്ദേഹത്തിന്റെ വിദ്വേഷ പ്രസംഗവും ഈ ശബരിമലയ്ക്ക് ബന്ധമുള്ളത് എന്തിന്റെ ബന്ധമുള്ളത്? മുസ്ലിങ്ങളെ അധിക്ഷേപിച്ച് അദ്ദേഹത്തിന്റെ വിദ്വേഷ പ്രസംഗത്തെ കുറിച്ച് താങ്കൾക്ക് പറയാനില്ല. താങ്കൾക്ക് അതിനെ ട്വിസ്റ്റ് ചെയ്ത് ശബരിമലയിലേക്ക് ഇവിടെ ഈ ശ്രീധരൻപിള്ളയുടെ വിവാദ പ്രസംഗത്തിന്റെ മേൽ നിയമ നടപടികൾക്ക് മുൻകൈയെടുത്തത് CPM ആണ്. CPMന്റെ ഇവിടുത്തെ ബന്ധപ്പെട്ട ജില്ലാ നേതാക്കന്മാരാണ്. ഈ വയനാട്ടിലെ ഈ പറയുന്ന പച്ച വൈറസിന്റെ കാര്യമായാലും ഈ പറയുന്ന പാകിസ്ഥാനായാലും എന്തുകൊണ്ട് നിങ്ങൾ ഈ മുസ്ലിം ലീഗിനെ പറഞ്ഞു വിടുന്നു പരാതി നൽകാനായിട്ട്? എന്തുകൊണ്ട് നിങ്ങളത് ആർജവത്തോടെ ഏറ്റെടുക്കുന്നില്ല? എന്തുകൊണ്ട് ഇത് തെളിയിക്കാനുള്ള ബാധ്യത മുസ്ലിം ലീഗിലേക്ക് തന്നെ നിങ്ങൾ കെട്ടിവെക്കുന്നു? എന്തുകൊണ്ട് ഈ സുരക്ഷിത അകലം ഈ വിഷയത്തിൽ അവരുമായി പാലിക്കുന്നു? അല്ല വേണു, ഈ പറയുന്നത് കേട്ടാൽ ഏതാണ്ട് ഇപ്പം ഈ CBI കേസ് 13 പ്രാവശ്യം ലാവ്ലി കേസ് മാറ്റിവെച്ചതിൽ BJP സഹായിക്കുന്ന പോലെ എന്തോ ഒരു സഹായം ഞങ്ങൾക്ക് BJP ചെയ്ത പോലെയാണല്ലോ വേണു പറയുന്നത് കേട്ടാൽ. നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ വ്യക്തതയില്ല, നിങ്ങളുടെ നയത്തിൽ വ്യക്തതയില്ല, നിങ്ങളുടെ BJP വിരുദ്ധതയിൽ തീവ്രതയില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശരീരപരിശോധന നടത്തുമ്പോഴേക്കും ആ വസ്ത്രം മാറ്റി നോക്കാതെ ഒരു മൃതശരീരത്തെ എങ്ങനെയാ തെളിവുകൾ കണ്ടുപിടിക്കുന്നത്? അല്ല, അതിന്റെ മാത്രമേ അജയ് തറയിലൂടെ ശ്രീ റഹീമിന്റെ ചോദ്യം, ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചല്ലോ. ഇപ്പോ നിങ്ങൾക്ക് ഒരു മിനിറ്റ്, BJPയെ നിങ്ങൾ വിമർശിച്ചാൽ, BJPയുടെ വിദ്വേഷ പ്രസംഗങ്ങളെ ചൂണ്ടിക്കാണിച്ചാൽ അത് എന്തോ ഒരു ഹിന്ദു വിരുദ്ധതയായി പോകുമോ എന്നൊരു പേടിയാണ്. അത് തെറ്റാണ്. ഈ രാജ്യത്തെ സാധാരണക്കാരായ ഒരു മതേതര വിശ്വാസിയായ ഹിന്ദുവും
ഒരിക്കലും എന്റെ RSS റഹീമേ, പറയട്ടെ BJP പറയട്ടെ ഞാൻ ഞങ്ങൾ അല്ലല്ല പഠിപ്പിക്കണ്ട. എന്റെ ചോദ്യം അതല്ല എന്റെ ചോദ്യം അതല്ല റഹീം അത്ര ആയില്ലോ. എന്റെ ചോദ്യം അപ്പൊ അതല്ല അപ്പൊ പറയാം. ഏയ് ശ്രീ അജയ് തറയിൽ എന്റെ ചോദ്യം വളരെ കൃത്യമാണ്. പറഞ്ഞു. അത് അങ്ങയെ പോലൊരാൾ പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ലീഗിന്റെ കൂടി സഹായത്തോടു കൂടിയാണല്ലോ. അതിൽ തെറ്റൊന്നുമില്ല, കാരണം ലീഗ് നിങ്ങളുടെ ഘടകകക്ഷിയാണ്. ആ ഘടകകക്ഷിയായ ലീഗിന് ഉത്തർപ്രദേശിലോ രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രത്തിൽ തിരിച്ചൊരു സീറ്റ് കൊടുക്കോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? അങ്ങ് പറ. ഞങ്ങൾ തമിഴ്നാട്ടിൽ സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഉത്തരേന്ത്യയുടെ കാര്യം ചോദിച്ചില്ല, തമിഴ്നാട്ടിലെ എസ്കേപ്പിസം പറഞ്ഞ അവരാവശ്യപ്പെട്ടില്ല. നിങ്ങൾ ഇനി ഞാൻ പറയാം. അജയ് തരൻ ഒറ്റ മിനിറ്റ് അജയ് തറയിൽ ഒറ്റ മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾ ആയിട്ടില്ല. അങ്ങനെയൊന്നും തിരുവനന്തപുരത്ത് പറയരുത്. ഇന്ത്യയിൽ എവിടെയെങ്കിലും BJP-ക്കെതിരെ നിങ്ങൾ മത്സരിക്കുന്നുണ്ടോ? ശ്രീ അജയ് തറയിൽ പ്ലീസ് ഇന്ത്യയിൽ എവിടെയെങ്കിലും BJP-ക്കെതിരെ മത്സരിക്കാത്ത രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യയിൽ എവിടെയും BJP-ക്കെതിരെ മത്സരിക്കാത്ത രാഷ്ട്രീയ പാർട്ടി പഠിപ്പിക്കണ്ട. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളെ പോലും തിരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ നിന്ന് മാറ്റി നിർത്താണ് കോൺഗ്രസ് അവിടെ. ശരി, ഞാൻ മറ്റതികളിൽ കൂടെ പോകണം. ശ്രീ NP ചെക്കുട്ടി, ഇപ്പോൾ ഇവിടെ നിന്ന് അറിയാൻ കഴിയുന്ന കാര്യം, ഈ മതേതരത്വം പാകിസ്ഥാനികളല്ല എന്ന് തെളിയിക്കൽ, ഇതിൻ്റെയൊക്കെ ബാധ്യത കോൺഗ്രസ് ലീഗിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം ലീഗാണ് ഈ പരാതിക്കെട്ടുമായി കയറി ഇറങ്ങുന്നത്. എന്തുകൊണ്ട് സാർ? എന്തുകൊണ്ട് ഇന്നലെ ഈ പറയുന്ന ബത്തേരിയിലെ സെന്റ് മേരീസ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഗ്രൗണ്ടിൽ കോൺഗ്രസിൻ്റെ പതാകയുടെ എണ്ണം കൂടുതലും ലീഗിൻ്റെ പതാകയുടെ എണ്ണം കുറഞ്ഞുമിരിക്കുന്ന വാർത്തകൾ വരുന്നു? എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ പതാകയുടെ താഴെ മാത്രം ലീഗിൻ്റെ പതാക പാറിയാൽ മതി എന്ന രൂപത്തിലുള്ള സംവിധാനം അവിടെ വരുന്നു? ചോദ്യം തന്നെ അല്ല, വേണുവിന്റെ ചോദ്യം തന്നെ ശരിയല്ല. അത് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കാവുന്ന ഒരു ചോദ്യമല്ല വേണു ചോദിക്കുന്നത്. രാജ്യമാകെ ആളുകൾ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് രാജ്യം ചർച്ച ചെയ്തതാണ്. ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വേദികളിലും തൊപ്പി വെച്ചവരെയും താടി വെച്ചവരെയും മാറ്റി നിർത്തി. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ കോഴിക്കോട്ടായിരിക്കുന്നത്. കോഴിക്കോട്ട് എൻ്റെ വീടിരിക്കുന്ന മണ്ഡലമാണ് ഈ വയനാട് മണ്ഡലം. എന്ന് വെച്ചാൽ അവിടെ തിരുവമ്പാടി മണ്ഡലത്തിലാണ് എൻ്റെ തറവാട്ട് വീടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് അവിടെ മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളാണ്, കോൺഗ്രസിൻ്റെ ആളുകളാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുമ്പിലുള്ളത്. ഞാൻ നേരിട്ട് കാണുന്നതാണ്. ഇപ്പോൾ ലീഗുകാരുണ്ട്, പക്ഷേ ലീഗുകാർ കോൺഗ്രസിനെ കടത്തി വെട്ടിക്കൊണ്ട് അമിതമായിട്ടുള്ള ആവേശം കാണിക്കണമെന്ന് ലീഗുകാർക്ക് അഭിപ്രായമല്ല. അതുകൊണ്ട് ലീഗുകാർ തന്നെയാണ് മാറി നിൽക്കുന്നത്. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ആരാണ് മുന്നിൽ നിൽക്കുന്നത്, ആരുടെ സ്ഥാനാർത്ഥിയാണ്, അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ പാർട്ടിക്കാരും ചെയ്യാറുള്ളത്. അല്ലാണ്ട് ഇപ്പോൾ CPIയുടെ മണ്ഡലത്തിൽ ചെന്നിട്ട് ജനതാദളുകാർ കൊടി പിടിക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വയനാട് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സജീവമായ പ്രവർത്തനം നടക്കുന്നു. മുസ്ലിം ലീഗ് ആവേശത്തോടു കൂടി സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ BJP വളരെ ദുരുദ്ദേശപൂർവകമായിട്ട് പാകിസ്ഥാൻ പ്രശ്നവും പാകിസ്ഥാൻ പതാകയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് വിഷയത്തെ വർഗീയവൽക്കരിക്കാൻ കേരള രാഷ്ട്രീയത്തിലുള്ള കൃത്യമായി കണ്ടെത്താൻ പറയുന്നത്. അല്ലാണ്ട് ഇതെല്ലാ ചുമതലകളും കോൺഗ്രസ് ഇതിൽ മാറി നിൽക്കുന്ന ശ്രീ NP ചെക്കുട്ടി, അങ്ങയോടും അജയ് തരനോടും ഞാൻ ഏഷ്യാനെറ്റിന്റെ ഓൺലൈനിൽ ഒരു വാർത്തയുടെ ലീഡ് വായിക്കാം. കേൾക്കൂ, അജയ് തറയിൽ
അജയ് ഒന്ന് കേൾക്കൂ. യോഗി ആദിത്യനാഥ് ശ്രീ അജയ് തറയിൽ ഇത് കേൾക്കൂ. ലീഗിനെതിരെയാണ് യോഗി ആദിത്യനാഥ് കമന്റ് പറഞ്ഞത്. അപ്പൊ ലീഗാണ് പരാതി കൊടുക്കേണ്ടത്. ശ്രീ അജയ് തറയിൽ ഇത് വിചിത്രമായ വാദമാണ്. ഇത് വിചിത്രമായ വാദമാണ്. ലീഗിനെ ഇങ്ങനെ വിമർശിക്കാൻ ഇടവരുത്തിയത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമാണ്. ലീഗിനെ യോഗിയെ കൊണ്ടിങ്ങനെ വിമർശിക്കാൻ ഇടവരുത്തിയത് നിങ്ങളുടെ നേതാവ് അവിടെ എത്തിയത് കൊണ്ടാണ്. ശ്രീ അജയ് തറയിൽ നിങ്ങളുടെ നേതാവ് അവിടെ എത്തിയത് കൊണ്ടാണ്. ലീഗിനെയാണ് വിളിച്ചത്. ശ്രീ അജയ് തറയിൽ ഇത് കേൾക്കൂ. നിങ്ങൾ ആരും ഹിന്ദു വോട്ടുകൾ ശ്രീ അജയ് തറയിൽ ശ്രീ അജയ് തറയിൽ ഇത് കേൾക്കൂ. വേറൊരാൾ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളെ. പേര് ഗുലാം നബി ആസാദ് എന്നാണ്. ലീഡ് ഇതാണ്. ഹിന്ദു വോട്ടുകൾ നഷ്ടമാകുമോ എന്ന ഭയം കോൺഗ്രസ് നേതാക്കൾ തന്നെ പ്രചരണത്തിന് വിളിക്കാറില്ലെന്ന് ഗുലാം നബി ആസാദ്. ശ്രീ ചെക്കുട്ടിക്കും ഇവിടെ ഇരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഫാസിസത്തെ തുരത്താൻ UDF-നാണ് പിന്തുണ കൊടുക്കേണ്ടത് പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കുള്ള മറുപടിയാണ്. നോക്കൂ, ഏഷ്യാനെറ്റ് ന്യൂസ് വേണുവിന് കൊടുത്തു. ഞാൻ വായിച്ചേപ്പിക്കുന്നു. ഗുലാം നബി ആസാദിന്റെ ന്യൂസ് ഞാൻ പറയുന്നത് ഏഷ്യാനെറ്റിന്റെ ന്യൂസാണ്. ഏഷ്യാനെറ്റ് ഒരു നോക്കൂ, നിങ്ങളൊന്ന് വിളിക്കൂ. ഞാൻ ചോദിച്ചല്ലോ, നിങ്ങൾ എന്താ ഞാൻ പറയുന്ന കറക്റ്റ് ആണ്. ഇവിടെ വരുന്നത് നിങ്ങളുടെ ഭയം ശ്രീധരൻ പിള്ളയെയും RSSനെയും നിങ്ങൾക്ക് തുറന്നു നിർത്താൻ ഭയം തോന്നുന്നത് നിങ്ങൾക്ക് അത് ഹിന്ദു ബീഫ് ഫെസ്റ്റിവൽ മുഹമ്മദ് അഖിലാഖിന്റെ മുഹമ്മദ് അഖിലാഖിനെ കാണുന്നില്ലല്ലോ. അയോധ്യയിൽ പോയ പ്രിയങ്ക ഗാന്ധി ബാബറി മസ്ജിദിന്റെ അരികിലേക്ക് പോകില്ലല്ലോ. എന്തുകൊണ്ട് പോകില്ല? നിങ്ങൾക്ക് ശരി, ഞാൻ മറ്റതിലേക്ക് പോവുകയാണ്. ശ്രീ മുഹമ്മദ് വേളം ഇവിടെ കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി ഈ പച്ച വൈറസ് അല്ലെങ്കിൽ പാകിസ്ഥാനിലാണോ ഈ യോഗം നടക്കുന്നത് എന്നൊക്കെയുള്ള അമിത്ഷായുടെയും യോഗിയുടെയും ഒക്കെ വിമർശനങ്ങൾക്ക് മറുപടി നൽകും രാഹുൽ ഗാന്ധി എന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, തിരുനെല്ലിയിൽ ക്ഷേത്ര ദർശനം, അവിടെ പിതൃതർപ്പണം, ഈ ചര്യകൾ അനുഷ്ഠിക്കുക വഴി അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ആരുടെ മുന്നിലാണ് ഞാൻ ഹിന്ദു തന്നെയാണ്, എനിക്ക് നിങ്ങൾ ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന സംശയിക്കുന്നു എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന ഒരു സ്ഥലത്ത് അല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ എന്റെ ഹിന്ദു ധാരയെ പിന്തുടർന്ന് വയനാട്ടിലും ആ ഹിന്ദു ധാരയെ പിന്തുടർന്നെത്തിയിരിക്കുന്നു എന്ന സന്ദേശമാണോ നൽകുന്നത് മുഹമ്മദ് വേളം? ബി.ജെ.പിയെ വിശ്വസിപ്പിക്കുക, ബി.ജെ.പിയുടെ അംഗീകാരം നേടുക, അല്ലെങ്കിൽ ബി.ജെ.പി വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഭാഗത്തിന്റെ സ്വീകാര്യത നേടുക, ഇതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഉത്കണ്ഠ. ഹലോ കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമി അടിയന്തരാവസ്ഥ കാലത്ത് 1975 ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. 1992 RSSകാര് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ബാബരി മസ്ജിദ് തകർത്തപ്പോൾ ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നിരോധത്തിന്റെ ചരിത്രം ജമാഅത്തെ ഇസ്ലാമിക്ക് മാത്രം ബാധകമല്ല, അത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും RSSനും എല്ലാം വെറുതെ നിരോധം എന്നൊക്കെ പറയുന്നത് സർക്കാരിന്റെ തീരുമാനമാണ്. അത് സർക്കാർ അവിടുത്തെ നാഷണൽ കോൺഫറൻസ് അവിടുത്തെ ഏറ്റവും പാരമ്പര്യമുള്ള സെക്യുലർ പാർട്ടിയും അതേപോലെ ബി.ജെ.പിയുടെ തന്നെ ഘടകകക്ഷിയായിട്ടുള്ള PDPയും അതിശക്തമായി രംഗത്ത് വന്നത് നമ്മൾ മനസ്സിലാക്കണം. നിരോധം എന്ന് പറയുന്നത് UAPA ചുമത്തുക എന്ന് പറയുന്നത് എന്നതൊക്കെ സർക്കാർ തീരുമാനങ്ങളാണ്, അല്ലാതെ അതൊരു സാർവലൗകിക സാർവജനീന പ്രതിഭാസങ്ങളൊന്നുമല്ല. വയനാട്ടിനെ കുറിച്ച് പറയാനുള്ളത്, വയനാട്ടിൽ മത്സരിക്കുന്നത് മുസ്ലിം ലീഗ് അല്ല, വയനാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് ആണ്. രാഹുൽ ഗാന്ധി ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്, ഇസ്ലാം മതവിശ്വാസിയല്ലാത്ത രാഹുൽ ഗാന്ധി എന്തിനാണ് പള്ളിയിൽ പോകേണ്ടത്? ഹിന്ദു മതവിശ്വാസിയായ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് മുസ്ലിം ലീഗ് അല്ല, കോൺഗ്രസ് ആണ്. അതുകൊണ്ട് അവിടെ കോൺഗ്രസിന്റെ കൊടിയുണ്ടാകും, മുസ്ലിം ലീഗിന്റെ കൊടി കുറവായിരിക്കും. ഇതിലെന്താ സ്വാഭാവികതയാണ് വോട്ട് പ്രതീക്ഷിച്ചാവുന്നിരിക്കുന്നത്. എല്ലാ തീവ്രവാദ സംഘടനകളുടെ വോട്ട് പ്രതീക്ഷിച്ചാവുന്നിരിക്കുന്ന കോൺഗ്രസ്. ഒരു കാര്യം, ഗുലാം നബി ആസാദിന്റെ ഈ സ്റ്റേറ്റ്മെന്റിനോട് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതികരണം എന്താണ്?
ശ്രീധരൻപിള്ളയുടെ സ്റ്റേറ്റ്മെന്റ് മുതൽ ഈ രാജ്യത്ത് നടക്കുന്ന വിദ്വേഷ പ്രസംഗത്തിന്റെ മുമ്പിൽ റഹീം കോൺഗ്രസ് എവിടെ മിണ്ടാതിരിക്കുന്നതിൽ റഹീം എന്താണ് എവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ കിട്ടി? അഭിപ്രായം? ഒരു കാര്യം കൂടി, ജമാഅത്തെ ഇസ്ലാമി ഓടി നടന്ന് വോട്ട് ചോദിക്കുന്ന ഈ കോൺഗ്രസ് നേതാക്കൾ BJP-യിൽ പോകില്ലെന്ന് ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് ഈ ചർച്ചയിൽ പന്തയം വെക്കാൻ പറ്റോ? നിങ്ങൾ വോട്ട് ചോദിച്ച് വിജയിപ്പിക്കാൻ നിൽക്കുന്ന ഈ കോൺഗ്രസ് നേതാക്കൾ BJP-യിൽ പോകില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമിന് ഉറപ്പുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിന് ഉറപ്പുണ്ടോ? കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ BJP-യിൽ പോകില്ല. ഒരാളുടെ പേര് പറ. ഒരാളുടെ പേര് പറ സാർ. ഒരാളുടെ പേര് പറ. തെളിവ് ഞാൻ കാണിച്ചു ഒരാളുടെ പേര് പറ. വെൽഫെയർ പാർട്ടിയുടെ ഒരാളുടെ പേര് പറ. മത്സരിക്കുന്ന ജംഗിപ്പൂർ ഒരാളുടെ പേര് മണ്ഡലത്തിലെ പറ. BJP-യുടെ സ്ഥാനാർത്ഥി CPM-ൽ നിന്ന് 3 തവണ MLA ആയിട്ടുള്ള മുസ്ലിം സ്ത്രീയാണ്. കേരളത്തിലെ NDA-യുടെ 5 സ്ഥാനാർത്ഥികൾ പഴയ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇതൊന്നും പറഞ്ഞിട്ട് ശരി 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 ഞാൻ ഇടപെടുകയാണ് ശ്രീ റഹീം സഹകരിക്കാം, വേളം സഹകരിക്കാം, റഹീം സഹകരിക്കാം. ഞാൻ ഇടവേളയിലേക്ക് പോവുകയാണ്. ശരി 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 ശ്രീ വേളം, ഞാൻ ഇടവേളയിലേക്ക് പോവുകയാണ്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് വരാം.